ശരിക്കും പറഞ്ഞാൽ മിൻമിനി എന്ന് പറയുന്ന ഒരു ഗായികയുടെ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന ആ ഒരു സെലിബ്രിറ്റിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ തന്നെയാണ്. ഇപ്പൊ എന്റെ ജോയിച്ചൻ. അതെ 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 അതെ, അങ്ങനെ ഒരാളുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേട്ടനെ കാണണമെന്ന് ആഗ്രഹിച്ചാണ്. കാരണം ചേച്ചി ഒരു 2 വരി പറയുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാം കടന്നു വരുന്നത് എൻ്റെ ഭർത്താവ്, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പറയുമ്പോൾ അത്രമേൽ ചേട്ടൻ്റെ ആ ഒരു സപ്പോർട്ട്. കാരണം ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ചേച്ചി പറഞ്ഞൊരു വാചകം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കല്യാണം അറേഞ്ച് മാരേജ് ആയിരുന്നോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ചേച്ചി പറഞ്ഞത് അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, ചേച്ചി ഈ പ്രശസ്തിയിൽ നിൽക്കുമ്പോഴാണോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് അല്ല, എൻ്റെ ശബ്ദം പോയി കഴിഞ്ഞിട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ ഉപേക്ഷിച്ച് പോകുന്നു, ഉറപ്പിച്ചു വെച്ച കല്യാണം മാറാമായിരുന്നല്ലോ. എന്താണ് ജോയ് ചേട്ടനെ കുറിച്ച് പറയാനുള്ളത്? അയ്യോ, ജോയിച്ചൻ്റെ പോലെ വേറൊരാളില്ല, ഇനി ഉണ്ടാവുകയില്ല. കാരണം ഞാൻ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കല്യാണം നിശ്ചയിക്കുന്നത്. അത് എൻ്റെ അപ്പച്ചൻ സുഖമില്ലാതെ പെട്ടെന്ന് ഹാർട്ട് പേഷ്യൻ്റ് ആയി. പിന്നെ ആൾക്കധികം നാളില്ല എന്നുള്ളൊരു ചിന്ത അപ്പച്ചന് വന്നപ്പോൾ 2 അപ്പച്ചന്മാരും കൂടി പരിചയം ആണ്, നേരത്തെ പരിചയമുള്ള കുടുംബമാണ്. അതായത് ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാംസിന് പോകും. അപ്പോൾ അപ്പച്ചന് എൻ്റെയും ചേച്ചിയുടെയും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് പ്രോഗ്രാമിന് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കൊരട്ടിയിലെ ചേട്ടൻ്റെ വീട്ടിൽ ഉറങ്ങും. എന്നിട്ട് രാവിലെയാണ് അവിടുന്ന് തിരിച്ചു വീട്ടിലേക്ക് പോരുക. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അമ്മച്ചി, ചേട്ടന്മാർ, ചേച്ചിമാരെല്ലാവരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അവർക്ക് ഞങ്ങളും അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ പരിചയം ആണ്. എൻ്റെ വീട്ടിൽ ആങ്ങളമാരില്ല. ഇപ്പം ഇവർ 3 ചേട്ടന്മാരുണ്ട്. ഇവർ 3 പേരും ഞങ്ങളുടെ സ്വന്തം ആങ്ങളമാരെ പോലെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ 2 ചേട്ടന്മാർ, ജോൺസൺ ചേട്ടനും ജൂലി ചേട്ടനും, പിന്നെ മാഗി ചേച്ചി, മേഴ്സി ചേച്ചി. 2 പേരും ഭയങ്കര എന്താ പറയുക, അവരെൻ്റെ ചേച്ചിമാർ തന്നെയാണ്. അതുപോലെയാണ് എന്നോട് അവരെല്ലാവരും. എനിക്കും അത്രമേൽ അവരൊക്കെ പ്രിയപ്പെട്ടവരാണ്. അപ്പൊ അപ്പച്ചന്മാര് കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് ചേച്ചിയോട് ചോദിച്ചു അങ്ങനെ ഒന്നും? ICUയിൽ വെച്ചാ മോനെ. അപ്പൊ ഞാൻ പറയേ നമ്മുടെ കല്യാണം നമ്മൾ ചിരിക്കുന്നു. സത്യം, നമ്മുടെ കല്യാണം ICUയിൽ വെച്ചല്ലേ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ICUയിലായിരിക്കുന്നത്. എത്ര പ്രാവശ്യം ICUയിൽ കയറിയ ആളാണ് ഞാൻ. 2 പ്രാവശ്യം വെന്റിലേറ്ററിൽ കിടന്നു. അവിടെ നിന്നും ദൈവം എന്നെ, അതാ ഞാൻ പറഞ്ഞത്, എന്നെ ദൈവം ഇങ്ങനെ എന്തോ എനിക്കറിയില്ല. 2 പ്രാവശ്യം വെന്റിലേറ്റർ, ഈ സൺറൈസ് ഹോസ്പിറ്റലിൽ 2 എഡിമ വന്നിട്ട് 2 പ്രാവശ്യം അങ്ങനെ ഞാൻ അഡ്മിറ്റായി. ഒരു ദിവസം ഒരു പ്രാവശ്യം അഡ്മിറ്റ്, ആദ്യത്തെ പ്രാവശ്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ വെന്റിലേറ്റർ മാറ്റി, നോർമലായി. 2ാമത്തെ പ്രാവശ്യം എനിക്ക് ഒരു എന്താ പറയുക, അതെങ്ങനെ പറയണേ, എനിക്ക് ഓർമ്മയില്ലാതെ കിടക്കുക. പക്ഷെ ഞാനൊരു തൂവൽ പോലെ ഭയങ്കര ഒരു പ്രകാശം എനിക്ക് തോന്നിയൊരു അനുഭവമാണ് എൻ്റെ. ഭയങ്കര പ്രകാശമാണ്. അതിൽ ഞാനൊരു തൂവൽ പോലെ ഇങ്ങനെ ഒഴുകി നടക്കുക. അങ്ങനെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു നോർമൽ സ്റ്റേജിലേക്ക് വന്നത്. ഇത് എഴുതാൻ പോയ ഒരുപാടുണ്ട് എഴുതാൻ. എല്ലാവരും എഴുതും നിർബന്ധിക്കുന്നു. എന്നോട് പറയാം, ബുക്കും പേപ്പറും പേനയൊക്കെ ഒരാൾക്കാർ കൊണ്ട് കൊടുക്കും, ഒന്ന് എഴുതും. എന്തുകൊണ്ട് എഴുതുന്നില്ല ചേച്ചി ഒരാത്മകഥ? അങ്ങനെ ഒരു നമ്മള് എങ്ങനെ പറയും ഞാൻ അതിനുത്തരം? എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമല്ലല്ലോ, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതും നമ്മളൊക്കെ എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്ത തലത്തിലുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് നമുക്ക്
വിഷമങ്ങൾ ഉണ്ടായാൽ അത് തുറന്ന് പറഞ്ഞ് വെറുതെ എന്തിനാണ് മറ്റുള്ളവരുടെ ഒരു വിഷമം അവരുടെ നേരെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചിന്ത എന്നെ വല്ലാതെ, എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വളർച്ച ഒരു ചെറിയ വളർച്ച ആയിരുന്നില്ല. അതെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വന്നതെങ്കിലും ആൾക്കാരത് അറിഞ്ഞത് പെട്ടെന്നാണ്. നമുക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടല്ലേ. അതെ, നമ്മളോട് എല്ലാവർക്കും സ്നേഹമാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എല്ലാവർക്കും ഒന്നും നമുക്ക് നമ്മളോട് സ്നേഹമല്ല എന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മനസ്സിലാക്കുമ്പോൾ അതൊരു വേദനയാണ് നമുക്ക്, അല്ലേ? അങ്ങനെ ഒരുപാട് വേദനകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതും നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്നാകുമ്പോൾ അതിൻ്റെ തീവ്രതയും കൂടും. ശരിയല്ലേ? അതെ, എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ലോകം മുഴുവനും അറിയുന്ന പ്രശസ്തരും അങ്ങനെയാണ് എന്ന് അറിയുമ്പോഴുള്ളൊരു വേദനയില്ലേ, അതെന്തിനാണ് എല്ലാവരെയും അറിയിക്കണത്? ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ എത്തുമല്ലോ. അതെ, അത് എൻ്റെ മക്കൾ പറയണത് അവർക്ക് അറിയാൻ വേണ്ടിയെങ്കിലും മമ്മി എഴുതണം എന്നാണ് അവർ പറയാറ്. മമ്മി അത് പബ്ലിഷ് ചെയ്യൊന്നും വേണ്ട, മമ്മിയുടെ ലൈഫ് എക്സ്പീരിയൻസ് ഞങ്ങൾ കേട്ടത് കുറച്ചാണ് എങ്കിലും മമ്മി അത് എഴുതിയാലൊരു ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് മറിച്ച് നോക്കാമല്ലോ എന്ന് മക്കൾ പറയും. അപ്പം എന്തെങ്കിലും ഞങ്ങളും പ്രതീക്ഷിക്കാം. അങ്ങനെ വെളിച്ചത്ത് വരത്തക്ക രീതിയിൽ എഴുതണം എന്ന് എനിക്കില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എഴുതും. എഴുതണം, ഞങ്ങളും കാത്തിരിക്കും.